നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ആവുന്നത് വരെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്ലോക്കിനുള്ളിൽ എഴുതിയിട്ടുള്ള ഒരു കോഡ് റൺ ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഇങ്ങനെയാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. സോ ഉദാഹരണമായി നമ്മൾ ആദ്യമായി പഠിക്കുന്നത് വൈൽ ലൂപ്പാണ്. സോ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പിൽ ആദ്യം ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ ബ്ലോക്കിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. വീണ്ടും വന്ന് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വീണ്ടും ട്രൂ ആണെങ്കിൽ അതിനുള്ളിലുള്ള കോഡ് റൺ ആവുന്നു. ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് അവിടെ അവസാനിക്കുന്നു. അതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സും അവിടെ എൻഡ് ആവുന്നു. സോ ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. സോ നമുക്കിതിൻ്റെ പ്രോഗ്രാം അത് ചെയ്ത് നോക്കാം. സോ ഉദാഹരണമായി നമുക്ക് 1 മുതൽ 5 വരെ പ്രിൻറ്റ് ചെയ്യണമെന്ന് വെക്കുക. സോ നമ്മൾ ആദ്യമായി നമ്മുടെ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ 1 കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. സോ വൈൽ എന്ന് പറയുന്ന കീവേഡ് എൻ്റർ ചെയ്ത ശേഷം ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റിൽ നമ്മൾ നമ്മുടെ കണ്ടീഷൻ കൊടുക്കുന്നു i <= 5. ഈ ഒരു കണ്ടീഷൻ പ്രകാരം i 5 ആവുന്നത് വരെ നമ്മുടെ പ്രോഗ്രാം റൺ ആയിക്കൊണ്ടിരിക്കുന്നു. ശേഷം നമ്മളിവിടെ വന്നതിന് ശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ cout സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിൽ നമ്മൾ i എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ എൻഡ് ലൈൻ കൊടുക്കുന്നു. വിവിധ ലൈനുകളിലായിട്ട് നമ്മുടെ നമ്പേഴ്സ് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ i++ എന്ന് പറയുന്ന ഈ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. സോ ഇതിനർത്ഥം i = i+1 എന്നതിന് തുല്യമാണ്. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വരെയുള്ള സംഖ്യ പ്രിൻ്റ് ആവുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 2 3 5 വരെ പ്രിൻ്റ് ആയത്. സോ ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ വാല്യൂ 1 ആയിരുന്നു. 1 ഇവിടെ വന്ന് 1 5-നേക്കാൾ കുറവാണോ അതോ 5 ആണോ ചെക്ക് ചെയ്തു. 5-നേക്കാൾ കുറവാണ്. 5-നേക്കാൾ കുറവായി കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ശേഷം അതിനോട് കൂടി 1 കൂട്ടി. സോ ഇത് വീണ്ടും ഇവിടെ വന്നു, വീണ്ടും ചെക്ക് ചെയ്തു, 5-നേക്കാൾ കുറവാണ്, വീണ്ടും പ്രിൻറ്റ്. അങ്ങനെ ഈ ലൂപ്പ് നമ്മുടെ ഐയുടെ വാല്യൂ 6 ആവുന്നത് വരെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 6 ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നു. 6 5-നേക്കാൾ കുറവാണോ 5 ആണോ ചെക്ക് ചെയ്യുന്നു. സോ ആ 2 കണ്ടീഷൻ അവിടെ ഫാൾസ് ആവുന്നു. ഫാൾസ് ആകുമ്പോൾ നമ്മുടെ ലൂപ്പ് ഇവിടെ എക്സിറ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. സോ ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. സോ ഇനി നമുക്ക് 10 വരെയാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ 10 എന്ന് കൊടുത്ത ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 10 വരെ ഇതുപോലെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഉദാഹരണമായി എനിക്കിനി 10 വരെ മറ്റൊരു കോഡാണ് റൺ ആക്കേണ്ടതെങ്കിൽ, ഉദാഹരണമായി ഞാനിവിടെ ഹലോ എന്ന് 10 തവണ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹലോ എന്ന് ഈ വൈൽ ലൂപ്പിൻ്റെ ബ്ലോക്കിനുള്ളിൽ ഏത് കോഡാണോ കൊടുക്കുന്നത് ആ കോഡ് 10 തവണ പ്രിൻ്റ് ആവുന്നതാണ്. സോ നമ്മളിവിടെ കൊടുത്തത് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു കോഡാണ്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ എന്ന് 10 തവണ പ്രിൻ്റ് ആവുന്നതാണ്. സോ ഇത്തരത്തിലാണ് വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വൈൽ ലൂപ്പിൻ്റെ മറ്റൊരു വേരിയൻ്റായ ഡു വൈൽ ലൂപ്പാണ്. സോ ഡു വൈൽ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി സെയിം പ്രോഗ്രാം 1 മുതൽ 10 വരെ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം നമുക്ക് നോക്കാം. നമ്മൾ ഡു എന്ന് കൊടുത്ത ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോഡ് എഴുതുക, കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. സോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് cout വേരിയബിൾ നെയിം i entl. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നു നമ്മുടെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. ഐൻ്റെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. അതിനോട് കൂടി 1 കൂട്ടുന്നു. സോ നമ്മൾ ആദ്യം ഡു എന്ന് എഴുതിയതിനു ശേഷം നേരിട്ട് നമ്മുടെ കോഡ് കൊടുക്കുക. നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ആവുന്നു. അതിനുശേഷം അവസാനം നമ്മൾ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വൈൽ i <= 5. സോ നമ്മൾ വൈൽ ലൂപ്പിൽ നമ്മൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തു, അതിനുശേഷമാണ് കോഡ് കൊടുത്തത്. സോ ഡു വൈൽ ലൂപ്പിൽ നമ്മൾ ഡു എന്ന് എഴുതിയ ശേഷം ആദ്യം നമ്മൾ കോഡ് കൊടുക്കുന്നു, കോഡ് റൺ ആവുന്നു, അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ പ്രോഗ്രാമിനനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ സെമികോളൻ കൊടുക്കാൻ മറന്നു. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് 1 മുതൽ 5 വരെയുള്ള സംഖ്യ പ്രിൻ്റായി. സോ നമുക്ക് 10 ആണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ കണ്ടീഷൻ 10 എന്ന് കൊടുക്കുക. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യ പ്രിൻ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും കോഡാണ് റൺ ചെയ്യേണ്ടതെങ്കിൽ, ഉദാഹരണമായി ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹലോ എന്ന് കൊടുക്കുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് നമുക്ക് 10 തവണ പ്രിൻ്റ് ആവുന്നതാണ്. സോ ഇങ്ങനെയാണ് ഡു വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫോർ ലൂപ്പാണ്. സോ ഫോർ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വേരിയബിളിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ ബ്ലോക്കിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. അതിനുശേഷം അപ്ഡേറ്റ് കൗണ്ടർ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. വീണ്ടും ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ
ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നു. സോ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് 1 മുതൽ 5 വരെയുള്ള സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള സിമ്പിൾ പ്രോഗ്രാം ചെയ്യാം. സോ നമ്മൾ ഇൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് ശേഷം ഫോർ എന്ന കീവേഡ് കൊടുത്ത ശേഷം ബ്രാക്കറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. സോ നമുക്ക് ആദ്യം വാല്യൂ ഇനീഷ്യലി ചെയ്യണം. സോ നമ്മുടെ ഐൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുന്നു, ശേഷം സെമിക്കോളൻ കൊടുക്കും. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ ഐ ലെസ് ദാൻ കണ്ടീഷൻ കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ കോഡ് കൊടുക്കുന്നു, സി ഔട്ട് ഐ. സോ നമ്മുടെ ഫോർ ലൂപ്പിനുള്ളിലുള്ള കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അപ്ഡേറ്റ് കൗണ്ടർ അഥവാ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഐ പ്ലസ് പ്ലസ്, നമുക്ക് വാല്യൂ കൂടിക്കൊണ്ടിരിക്കണം. ആദ്യം 1, പിന്നെ 2, 3, 4, 5 അങ്ങനെ വരണം. സോ ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർ ആദ്യം വാല്യൂ ഇനീഷ്യലൈസേഷൻ, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മുടെ കോഡ് റൺ ആവുന്നു, പിന്നെ നമ്മൾ അപ്ഡേറ്റ് കൗണ്ടർ അഥവാ നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 5 വരെയുള്ള സംഖ്യ പ്രിൻ്റ് ആവുന്നു. സോ 10 ആണ് വേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 10 കൊടുത്ത ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യ പ്രിൻ്റ് ആവുന്നു. ഇനി മറ്റേതെങ്കിലും കോഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഹലോ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10 തവണ ഹലോ പ്രിൻ്റ് ആവുന്നു. സോ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് പ്രവർത്തിക്കുന്നത്.